എനിക്ക് തോന്നുന്നു ചുരുൾ കഴിഞ്ഞതിന് ശേഷം എല്ലാ വർഷവും കാണുന്ന ക്രൗഡിനൊക്കെ എന്നെ അറിയും എന്നാണ് ഞാൻ വിചാരിക്കുന്നു. കുറച്ച് പേർക്കൊക്കെ എല്ലാ കൊല്ലം വരും പറ്റുന്ന പോലെ എല്ലാ വർഷവും വരാറുണ്ട്. ഇത്തവണ ഇന്നലെ 4 പടം കണ്ടു, ഇന്ന് 2 പടം കണ്ടു, 3ാമത്തെ കാണാൻ പോകും. അടിപൊളി പടങ്ങളാണ്, എല്ലാം ഗംഭീര പടങ്ങളാണ്. എല്ലാ വർഷവും മൂവീസ് വ്യത്യസ്തമാണല്ലോ വരുന്നത്. പിന്നെ ഇത്തവണ കൂടുതലായിട്ടും സ്ത്രീകൾ ആർട്ടിസ്റ്റുകളാണെങ്കിലും ഡയറക്ടേഴ്സിൻ്റെ സൈഡിലാണെങ്കിലും സ്ത്രീകളുടെ സാന്നിധ്യം കുറച്ചുകൂടി കൂടുതലായിട്ടുണ്ട്. സന്തോഷമുള്ള കാര്യമാണ്. പുതിയ പ്രോജക്റ്റ് ഇപ്പോൾ കഴിഞ്ഞത് ധീരനാണ്, ദേവദത്ത് ഷാജിയുടെ പടം. അത് അന്നിപ്പോൾ ഞാൻ കഴിഞ്ഞിട്ട് വന്നു. കഴിഞ്ഞു ക്വസ്റ്റ്യൻ. കഴിഞ്ഞ ഫിലിം ഫെസ്റ്റിവലിന് വന്നായിരുന്നു. കഴിഞ്ഞ ഇത്തവണ നമ്മുടെ വ്യത്യാസം എന്താണ്? എല്ലാ വർഷവും വ്യത്യസ്തമായിട്ടുള്ള മൂവീസ്, പിന്നെ നമ്മൾ സ്ഥിരം കാണുന്ന കുറേ മുഖങ്ങൾ. അങ്ങനെ ക്രൗഡ് കുറവാണെന്ന് പറഞ്ഞത് ശരിയാണ്? എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. കാരണം എന്ന് വെച്ചാൽ പിന്നെ ഇന്നലെ ഒന്നും ഞാൻ ഇവിടെ തീരെ ആക്റ്റീവ് അല്ലായിരുന്നു. ഞാൻ ഇന്നലെ എല്ലാം വേറെ വേറെ തിയേറ്ററിലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇവിടെ വൈകുന്നേരത്തെ വൈബ് എന്താണെന്ന് എനിക്ക് സത്യത്തിൽ ഞാൻ കണ്ടില്ല. അതുകൊണ്ട് എനിക്കതറിയില്ല. ഞാൻ വന്നത് എറണാകുളത്തു നിന്നാണ്. ഞാൻ അവിടെയാണ് സെറ്റിൽ ആയിരിക്കുന്നത്. വീട് പാലക്കാടാണ്. അതെ, തീർച്ചയായും. അങ്ങനെയാണ് വിചാരിക്കുന്നത്. അങ്ങനെയാണ് വിചാരിക്കുന്നത്. പ്രത്യേകിച്ച് വേറെ തിരക്കൊന്നും വന്നില്ലെങ്കിൽ ഉണ്ടാവും. കഴിഞ്ഞ വർഷത്തേക്കാൾ ഇത്തവണ എന്തെങ്കിലും പ്രത്യേകത ആൾക്കാർ തിരിച്ചറിഞ്ഞു തുടങ്ങിയോ? ആരെ? മുമ്പത്തേക്കാടി മാഡത്തിന് ആൾക്കാർ സെൽഫി എടുക്കാനും ഈ വർഷത്തെ പുറകെ തന്നെയാണ്. എന്നെ അറിയുന്ന ആൾക്കാർക്ക് ഇപ്പം എനിക്ക് തോന്നുന്നു ചുരുൾ കഴിഞ്ഞതിന് ശേഷം എല്ലാ വർഷവും കാണുന്ന ക്രൗഡിനൊക്കെ എന്നെ അറിയും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കുറച്ച് പേർക്കൊക്കെ എല്ലാവർക്കും അറിയണമെന്നില്ലല്ലോ. തീർച്ചയായിട്ടും. അതിലോട്ട് എങ്ങനെ എത്തിപ്പെട്ടത് ആ സിനിമയിലോട്ട്? അത് അവർ വിളിക്കുക ചെയ്ത്. എൻ്റെ ഒരു ക്യാരക്ടർ പോസ്റ്റർ കണ്ടിട്ട് വിളിക്കുക ചെയ്ത്. യെസ്, ആസ് ഓൾവേസ്. ഇവിടെ വരുമ്പോൾ പിന്നെ ഇഷ്ടംപോലെ ആൾക്കാരല്ലേ. ഒറ്റയ്ക്ക് ഒന്നും തോന്നുന്നുണ്ട്. എല്ലാം ഇപ്പോഴും കിട്ടുമല്ലോ. ഫ്രണ്ട്സ് ഉണ്ട്, സ്ഥിരം കാണുന്ന ആൾക്കാർ തന്നെ ഉണ്ട്. നമ്മുടെ സുഹൃത്തുക്കൾ തന്നെ പലരും പല രീതിയിലാണ് പലപ്പോഴും വരുന്നതേ ഉള്ളൂ. ഒരുമിച്ച് വന്ന് ഒരുമിച്ച് പോകാന്നുള്ള അങ്ങനെയല്ല ചെയ്യാൻ. അയ്യോ, ഞാൻ ഇന്നലെയും ഇന്നും കണ്ട. ഞാൻ ഇന്നലെ ഇന്നുമായിട്ട് 6 പടം കണ്ടു. അതിനകത്ത് ഇന്ന് കണ്ട 2 പടം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. മെമ്മറീസ് ഓഫ് എ ബേണിംഗ് ബോഡി, പിന്നെ മാലു എന്ന് പറഞ്ഞൊരു പടം. രണ്ടും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇന്നലെ കണ്ട പടങ്ങളിൽ നല്ല പടങ്ങളുണ്ടായിരുന്നു. എൽബോ ഒക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. തീർച്ചയായിട്ടും. ഇനിയിപ്പോൾ വൈകുന്നേരം സംഘർഷഘടനുണ്ട്, കൃഷാന്തിൻ്റെ പടം. അപ്പോൾ അത് എന്തായാലും കാണണം. എൻ്റെ നെക്സ്റ്റ് പ്രോജക്റ്റ് സുമതി വിളവായി. അത് ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുന്ന, എൻ്റെ ഡേറ്റ് ആയിട്ടില്ല അവിടെ. താങ്ക് യു. ഫ്യൂച്ചർ പ്ലാൻ ആക്ടിങ് തന്നെയാണോ അതോ ഫിലിമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും? ഞാൻ വേറൊരു ഫീൽഡിൽ നിന്നും ആക്ടിങ് പാഷനായിട്ട് ഇതിലേക്ക് വന്ന ഒരാളാണ്. അപ്പോൾ ഇനി എൻ്റെ ഫ്യൂച്ചർ പ്ലാൻ എന്താണെന്ന് വെച്ചാൽ ഇത് മാത്രം നിലവിൽ ഫ്യൂച്ചർ പ്ലാൻ ഉള്ളൂ, വേറൊന്നുമില്ല. ഞാനൊരു സിവിൽ എഞ്ചിനീയർ ആയിരുന്നു. താങ്ക് യു.